ഇനി തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. MG പ്രതീഷ് തയ്യാറാണ്. പ്രതീഷ്, എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന കാഴ്ചകൾ? എവിടെയാണുള്ളത് പ്രതീഷ്? അർജിത്ത്, തിരുവനന്തപുരം നഗരം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള മഹാശോഭയാത്രയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഈ PMGയിലാണ്. നമുക്ക് വർണ്ണമനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ ശോഭായാത്ര ഇവിടെ നിന്ന്, മഹാശോഭായാത്ര പാളയത്ത് നിന്ന് ആരംഭിക്കും. അതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കണ്ണന്മാരും രാധികമാരും എല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. വളരെ ആഘോഷത്തിലാണ്. കാരണം അത്രത്തോളം അവർ കാത്തിരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. ആ ദിവസത്തിൻ്റെ ഒരു ആഘോഷമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ നമുക്ക് മുന്നിൽ നൃത്തം ചവിട്ടിയും ആഹ്ലാദത്തോടെയും കൂടിയും കണ്ണന്മാരും രാധമാരും ഈ ശ്രീകൃഷ്ണ ജയന്തിയെ വരവേൽക്കുകയാണ്. ഈ PMGയിൽ നിന്ന് ഈ ശോഭായാത്ര പാളയം മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് എല്ലാ ശോഭായാത്രകളും സംഗമിച്ചുകൊണ്ട് ഈ കിഴക്കേക്കോട്ടയിലേക്ക് പോകും. ഈ വലിപ്പ ചെറുപ്പമില്ലാത്ത ഉണ്ണിക്കണ്ണന്മാരെയും രാധമാരെയുമാണ് രജിത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ചെറുപ്രായമുള്ള കുട്ടികൾ വരെ കണ്ണൻ്റെ വേഷമണിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. എത്ര വയസ്സാണ്? 1 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സായി. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് ഒരാഗ്രഹം. രജിത്ത്, അതാണ് കാരണം നമുക്ക് ഈ കാണുന്ന കുട്ടിക്ക് 1 വയസ്സാണ് പ്രായം. അവരുടെ ഒരു ആഗ്രഹമാണ് ഈ ഉണ്ണിക്കണ്ണന്റെ വേഷത്തിൽ ഇത്തരത്തിൽ മഹാശോഭായാത്രയിൽ പങ്കെടുക്കണം. അങ്ങനെ നമുക്ക് അത്രത്തോളം മനോഹരമായ ഒരുപാട് സന്തോഷം തരുന്ന കാഴ്ചകളാണ് ഈ തിരുവനന്തപുരം നഗരത്തിലുള്ളത്. ഇനി വരുന്ന കുറേ മണിക്കൂറുകൾ, ഏകദേശം 1.5 മണിക്കൂറുകൾ ഇത്തരത്തിൽ വർണ്ണമനോഹരമായ കാഴ്ചകളായിരിക്കും തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഉള്ളത്. വലിയ അകമ്പടിയോടുകൂടിയാണ് മഹാശോഭയാത്ര തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിക്കുന്നത്. ഉണ്ണിക്കണ്ണന്മാരൊക്കെ തന്നെ അതിന് തയ്യാറായി കഴിഞ്ഞു. അത്രത്തോളം അവർ കാത്തിരുന്ന ആ ഒരു നിമിഷത്തിൽ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പാളയത്ത് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ ചെറിയ കുരുന്നുകുട്ടികൾ, 11 മാസവും 12 മാസവും ഒക്കെ 1 വയസ്സും ഒക്കെ പ്രായമുള്ള ചെറിയ കുട്ടികളാണ് ഇങ്ങനെ കൃഷ്ണവേഷമൊക്കെ ധരിച്ച്, രാധാവേഷമൊക്കെ ധരിച്ച് മനോഹരമായ കാഴ്ച. അവരുടെ കുറുമ്പുകളും ഒക്കെ ആ ശോഭായാത്രയെ മനോഹരമാക്കി മാറ്റുന്നുണ്ട്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ ചെറിയ കുട്ടികളൊക്കെ അതിൻ്റെ ശോഭായാത്രയുടെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ മനം കവരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.